ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗസയുടെ 300 ദിനങ്ങളെക്കുറിച്ചാണ്. 300 ദിവസം കൊണ്ട് ഗസയിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച്. അവിടെ 40,000 ആളുകളാണ് മരണപ്പെട്ടത്, 90,000 ആളുകൾക്ക് പരിക്കേറ്റ് കിടക്കുന്നു. അവിടെയുള്ള 50% ബിൽഡിങ്ങുകൾ ഇല്ലാതായിരിക്കുന്നു. ദിവസേന 131 ആളുകൾ മരണപ്പെടുന്നു ശരാശരി എന്നുള്ള നിലക്കാണ് മരണത്തിൻ്റെ കണക്കുകൾ. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു UN അടക്കമുള്ള ആര് പറഞ്ഞിട്ടും അതിന് ചെവി കൊടുക്കാതെ വളരെ കൃത്യമായി അവരുടെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ദാവൂദ് സാഹിബ്, എന്താണ് ഈ 300 ദിവസത്തെ ഗസയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുക? ഈ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഈ 300 ദിവസത്തെ ഗസ എന്ന് പറയുമ്പോൾ മനുഷ്യചരിത്രത്തെ നമ്മൾ മൊത്തമായി എടുത്തു കഴിഞ്ഞാൽ മനുഷ്യചരിത്രത്തിൽ അസാധാരണമായ 300 ദിവസങ്ങളാണ്. കാരണം ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും ചെറിയ ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ഒരു ആൾനാശം മനുഷ്യകരങ്ങളാൽ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഏത് യുദ്ധം, ഇപ്പോൾ 1-ാം ലോക മഹായുദ്ധം എടുക്കുക, 2-ാം ലോക മഹായുദ്ധം എടുക്കുക, അല്ലെങ്കിൽ നാസികളുടെ ആക്രമണം എടുക്കുക, സ്റ്റാലിൻ്റെ, പോൾപോട്ടിൻ്റെ ഇവരുടെ വലിയ ജിനോസൈഡൽ പ്രോജക്റ്റുകൾ എടുക്കുക, മനുഷ്യൻ്റെ ക്രൂരതകളുടെ ചരിത്രത്തെ നമ്മൾ മൊത്തത്തിൽ സമാഹരിക്കുക, മനുഷ്യാനുഭവത്തിലെ ക്രൂരതകളുടെ ചരിത്രത്തെ മൊത്തത്തിൽ സമാഹരിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മാരകവും ഭീകരവും അക്രമാസക്തവുമായിട്ടുള്ള ഒരു ക്രൂരതയുടെ ഏട് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഗസ ജിനോസൈഡ് ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏതളവിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, അപ്പോൾ ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത്, ഇത്രയധികം സ്ത്രീകൾ കൊല്ലപ്പെട്ടത്, ഇത്രയധികം രോഗികൾ കൊല്ലപ്പെട്ടത്, ഇത്രയധികം ഗർഭിണികൾ കൊല്ലപ്പെട്ടത്, ഇത്രയധികം ഡോക്ടർമാർ, മെഡിക്കൽ സ്റ്റാഫ് കൊല്ലപ്പെട്ടത്, ഇത്രയധികം UN ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത്, ഇത്രയധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം മനുഷ്യ 8-10 വർഷങ്ങളെടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് എത്ര ദിവസമാണ്? 300 ദിവസമായത്. അപ്പോൾ അതും എവിടെയാണ്? ഒരു 40 കിലോമീറ്റർ നീളത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതൊന്ന് മനസ്സിലാക്കണം. 40 കിലോമീറ്റർ നീളം, ചിലയിടത്ത് 12 കിലോമീറ്റർ, ചിലയിടത്ത് 18 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കുഞ്ഞു ദേശത്താണ് ഇത്രയധികം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട ഒരു പ്രദേശത്ത്. ഡൊമിസൈഡ് എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ പുതുതായിട്ടുണ്ടായി വന്നു. ഡൊമിസൈഡ് എന്താണ്? ജിനോസൈഡ് പോലെ തന്നെ ഡൊമിസൈഡ് എന്ന കെട്ടിടങ്ങൾ ഇല്ലാതാക്കുക, താമസ സ്ഥലങ്ങൾ, ആളുകളുടെ ഡൊമസ്റ്റിക് ഫെസിലിറ്റീസ് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യാനുഭവത്തിലെ മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിലെ തന്നെ ക്രൂരതകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മാരകവും ഭീകരവുമായ ക്രൂരതയുടെ ഒരു ഏട് എന്നുള്ളതാണ് ഗസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ്. ഇങ്ങനെ മനുഷ്യാനുഭവത്തിലെ ഏറ്റവും ഭീകരവും മാരകവുമായ ക്രൂരത നടക്കുമ്പോഴും അതിന് വിധേയരായിട്ടുള്ള മനുഷ്യർ, അവർ കാണിക്കുന്ന അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തി, അവരുടെ സമരവീര്യം, കീഴടങ്ങില്ല എന്ന തീർപ്പ്, അവരുടെ അവർ കാണിക്കുന്ന ബലം, മാനസികമായ ബലം എന്നൊക്കെ പറയുന്നത്, അതും നമ്മളുടെ അനുഭവത്തിൽ ഏതെങ്കിലും ഫിക്ഷനുകളിൽ, നോവലുകളിലൊക്കെ നമ്മൾ കാണുന്നതോ വായിക്കുന്നതോ ആയിട്ടുള്ള മനുഷ്യൻ്റെ യഥാർത്ഥ അനുഭവത്തിൽ നമുക്കൊരിക്കൽ പോലും പരിചയിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു ഇച്ഛാശക്തിയാണ് അവിടുത്തെ ജനത കാണിക്കുന്നത്. ഈ മറ്റുള്ള ക്രൂരതകൾക്ക് വിധേയമാകുമ്പോഴും അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ തുളയിൽ കമ്പികൾ പുറത്തുണ്ടാവും. ആ കമ്പികളിൽ ഊഞ്ഞാൽ കെട്ടി ഊഞ്ഞാലാടുകയാണ്, അത് റീലാക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ വീട്ടിൽ മിസൈൽ വന്ന് വീടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്. അവരെ കമ്പിയിൽ തുണി കെട്ടി ഊഞ്ഞാൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി രസിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തുമാത്രം ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നാലും, ഞങ്ങളുടെ കെട്ടിടങ്ങൾ തകർത്താലും, ഞങ്ങളുടെ ആശുപത്രികൾ ഇല്ലാതാക്കിയാലും, ഞങ്ങളുടെ ഗർഭിണികളെ കൊന്നു തള്ളിയാലും ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല എന്ന് ആ മനുഷ്യർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണ്? ബിർറൂഹ് ബിദ്ദം നഫ്തീകിയ ഫലസ്തീൻ, രക്തം നൽകി ജീവൻ നൽകി, അല്ലയോ ഫലസ്തീൻ
നിന്നെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും, മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ പറയുന്ന രണ്ട് വശങ്ങൾ, മനുഷ്യാനുഭവത്തിലെ മനുഷ്യന് പരിചയമില്ലാത്ത രണ്ട് അസാധാരണമായിട്ടുള്ള വശങ്ങൾ കാണിച്ച ഒരു കാലമാണ് കഴിഞ്ഞ 300 ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഉള്ള അതിൻ്റെ മറ്റൊരു വശം ഇതാണ്, ഇങ്ങനെയുള്ള ഒരു സംഗതി നടക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര സമൂഹം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. ഈ അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ടിട്ടുള്ള ഒരു ലോകഘടന, എന്താണ് ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറയുന്ന ഫ്രീഡം, ലിബർട്ടി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ ആശയങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, UN ചാർട്ടർ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന രേഖ, അതൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മൾ പറയുന്ന ഈ ആധുനിക പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, സിവിലൈസ്ഡ് വേൾഡ് എന്നൊക്കെ പറയുന്ന പ്രതിഭാസം ഉണ്ടല്ലോ. ഈ പ്രതിഭാസം അതിൻ്റെ അന്തസ്സാര ശൂന്യത അത് എത്രത്തോളം അകമേ ശൂന്യമായിരുന്നു, എത്രത്തോളം വ്യാജമായിരുന്നു, എത്രത്തോളം കെട്ടിപ്പൊക്കിയ ഒരു നാട്ട മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞൊരു കാലമാണ്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ഡസൻ കണക്കിന് പ്രമേയങ്ങൾ, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ പ്രമേയങ്ങൾ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ നടപടികൾ, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ നടപടികൾ, ഇതെല്ലാം ഉണ്ടായിട്ടും ആധുനിക പരിഷ്കൃത ലോകത്തെ അതിനെ നിർണ്ണയിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥാപനങ്ങളാണല്ലോ ഇവയെല്ലാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സുപ്രീം കോടതി, ഇലക്ഷൻ കമ്മീഷൻ, പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്തെ നിർണ്ണയിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതുപോലെ ആധുനിക ലോകത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് UN എന്ന് പറയുന്നത്, UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, നാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇവയെല്ലാം ഇതിനകത്തൊരു നിലപാട് പറഞ്ഞിട്ടും അതൊന്നുമേ മാനിക്കാതെ, അതിനും ആ എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ തങ്ങളുടെ ഈ പറയുന്ന ജിനോസൈഡൽ പ്രോജക്റ്റ് അഭംഗുരം ഒരു ഉളുപ്പുമില്ലാതെ ഓരോ ദിവസവും ചുവട് വെച്ച് അടിവെച്ച് നടപ്പിലാക്കുവാൻ ഇസ്രായേലിന് എന്തുകൊണ്ട് സാധിക്കുന്നെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ആധുനിക പരിഷ്കൃത ലോകം എന്ന് പറയുന്നത് അത് അകം പൊള്ളയായൊരു സംവിധാനമാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുമായിട്ട് മുട്ടുമ്പോൾ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആധുനിക ലോകഘടന അതിനെ അകമേ ശൂന്യമാക്കുന്ന, അകമേ ദുർബലമാക്കിയ ഒരു 300 ദിവസമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അകമേ ദുർബലമായ ഒരു ലോകഘടന അധികകാലം നിലനിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഫലസ്തീനികൾ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമല്ല. അത് ഫലസ്തീൻ സ്വതന്ത്രമാകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കുഞ്ഞുദേശം, ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുന്ന ആ കുഞ്ഞുദേശം സ്വതന്ത്രമാകുക എന്നുള്ളതല്ല, ഒരു പുതിയ ലോകഘടന, ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള അതിസാഹസികമായിട്ടുള്ള, അങ്ങേയറ്റം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമരത്തിലേർപ്പെട്ട അതിൻ്റെ മുന്നണി പോരാളികളായിട്ടുള്ള മനുഷ്യരാണ് ഫലസ്തീനിലെ മനുഷ്യർ. അതിൻ്റെ വില നിശ്ചയമായിട്ടും ഏതൊരു അത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് പോരാടുന്ന ഒരു ജനത അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. അതാണ് അവർ അഭിമാനപൂർവ്വം ആ വിലയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജിംസ, ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. എപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും? ഇനി ഇതിനൊരു ഭാവി എന്തായിരിക്കും? ഇന്തിഫാദ 1987 അപ്പോൾ 87 ഇന്തിഫാദ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ 300 ദിവസത്തെ കണക്ക് വെച്ച് എണ്ണുന്നില്ലല്ലോ. പക്ഷേ ഇത് 300 ദിവസത്തെ കണക്ക് വെച്ച് എണ്ണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഇസ്രായേലിൻ്റെ അറ്റാക്ക്, ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം, അല്ലാത്തുള്ള ആക്രമണവും ഇപ്പോഴും തുടരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതെച്ചാൽ 1-2 മാസം കൊണ്ട് സാധാരണ നിർത്താറുള്ള ഇസ്രായേൽ ഇപ്പോൾ 300 ദിവസം കടന്ന് നിർത്തുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ ഈ 300 ദിവസത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം കാണുന്നില്ല. കാരണം ഇത് 300 ദിവസത്തിലോ 600 ദിവസത്തിലോ തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഈ ഫലസ്തീൻ തടവുകാരെ, ഈ യുദ്ധത്തിനിടയ്ക്ക് പിടികൂടിയ ഫലസ്തീൻ തടവുകാരെ ഉൾപ്പെടെ ലൈംഗികമായി ആക്രമിക്കുകയും ബ്രൂട്ടലായിട്ടുള്ള പീഡനമുറകൾ ജയിലിനകത്ത് നടത്തി എന്നതിൻ്റെ പേരിൽ കുറച്ച് ഇസ്രായേൽ സൈനികരെ തന്നെ അവിടെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് അവിടെ വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 പ്രധാനപ്പെട്ട അസാസിനേഷൻ ഇസ്രായേൽ നടന്നത്. ഒന്ന് ഇസ്മായിൽ ഹനിയ, മറ്റൊന്ന് ഹിസ്ബുള്ളയുടെ കമാൻഡർ. അപ്പോൾ അത് വലിയ തോതിൽ ഇപ്പോൾ 67% ഇസ്രായേൽ പൗരന്മാരും ഈ 2 അസാസിനേഷനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വന്ന സർവേ റിപ്പോർട്ട്. അതിനർത്ഥം ഈ ഹോസ്റ്റേജ് ഡീല് വൈകിയാലും കുഴപ്പമില്ല, അവരെ കൊന്നു നന്നായി എന്ന അഭിപ്രായമുള്ളവർ 67% പേരുണ്ടെന്നാണ് സർവേ റിപ്പോർട്ട്. അതിനർത്ഥം നെതന്യാഹുവിൻ്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ പൊസിഷൻ കുറേ കൂടി സെക്യൂറായി. മറ്റേ പ്രശ്നം വെച്ചാൽ ഒന്ന് ഹോസ്റ്റേജ് ഡീൽ നീളുന്നു,
ഈ വിഷയത്തിൽ ഈ IDF-ൻ്റെ സൈനികരെ അറസ്റ്റ് ചെയ്ത നടപടി അവിടെ ജനക്കൂട്ടം സൈനിക ക്യാമ്പ് കയ്യേറി പ്രൊട്ടസ്റ്റേഴ്സ് ഈ വിഷയം വന്നതിന് ശേഷം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. മറ്റൊന്ന് ഈ ഇസ്രായേലിലെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും IDF-ഉം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒന്ന് ഹമാസിനെ തീർക്കണമെന്ന് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പറയുന്നു, അത് നടപടിയുള്ള കാര്യമല്ല എന്ന് IDF പറയുന്നു. ഇങ്ങനൊരു തർക്കം നിൽക്കുകയാണ്. ഈ തർക്കം നിൽക്കുമ്പോഴാണ്, തർക്കം രൂക്ഷമാവുന്നതിനിടയിലാണ് ഈ 2 അസാസിനേഷൻ നടക്കുന്നത്. അവിടെ നെതന്യാഹുവിൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചടി എന്നാണ് നമ്മൾ 300 ദിവസത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ പോരുന്നതിന് മുമ്പ് സൗദിയിലൊരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ മിലിറ്ററി അപ്പാരസ് മൂവ് ചെയ്തു തുടങ്ങി എന്നാണ് കിട്ടുന്ന വാർത്ത. മൂവ് ചെയ്യുക ഇന്നലെ ഹസൻ നസ്രല്ലയുടെ ഒരു ടെലിവൈസ്ഡ് പ്രസംഗം ഉണ്ടായിരുന്നു, മണിക്കൂറുകൾ നീണ്ട പ്രസംഗം. അതിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നടത്തിയൊരു പ്രസംഗമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. 2ാമത് പ്രസംഗിക്കുന്നത് ഇപ്പോഴാണ്. ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് ചെറിയ തോതിലുള്ള തിരിച്ചടികളിൽ തീരുന്ന ഒന്നല്ല ഇതിനുള്ള പ്രതികാരം എന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പ് അവരങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഹമാസ് ലീഡറെ ലെബനാനിൽ കൊന്നിരുന്നു. അപ്പോൾ അതിന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, അവർ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ അവർ പറയുന്നത് ഇതങ്ങനെ ആയിരിക്കില്ല, ഇതൊരു ഓൺ ഗോയിങ് വാറിലേക്ക് ഹിസ്ബുള്ള നീങ്ങുകയാണ് എന്നാണ് ഇന്നലെ ഹസൻ നസ്രല്ല പറയുന്നത്. അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലെബനാൻ്റെ തെക്കൻ ഭാഗത്തേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള കമാൻഡറെ കൊല്ലാനായിട്ട് ഇസ്രായേൽ പറയുന്ന കാരണം ഗോലാൻ കുന്നുകൾ, അതായത് ഗോലാൻ കുന്നുകളിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുറേ കുട്ടികളെ മിസൈൽ അയച്ച് ഹിസ്ബുള്ള കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഹസൻ നസ്രല്ലയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഞങ്ങളൊരു മിസൈൽ തെറ്റായി അവിടെ പതിച്ചാൽ പോലും ഞങ്ങളത് ഏറ്റെടുക്കും, ഇത് ഞങ്ങളല്ല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കാരണമുണ്ടാക്കിയതായവനും വഴിയുണ്ട്. ഇതൊരു വശത്ത്. ഇനി ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഇസ്മായിൽ ഹനിയെ അവരുടെ ടെറിട്ടറിയിൽ കൊല്ലുക എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം വന്നത് എന്താണ്? അത് മിസൈൽ അയച്ചൊന്നും അല്ല കൊന്നത്. 2 മാസം മുൻപേ ഇദ്ദേഹം താമസിച്ച കെട്ടിടത്തിൽ എക്സ്പ്ലോസീവ്സ് വച്ചിരുന്നു എന്നാണ് പറയുന്നത്. എക്സ്പ്ലോസീവ് വച്ചിരുന്നു, അത് ഇദ്ദേഹം വരുമ്പോൾ കൃത്യമായിട്ട് പൊട്ടിയതാണ്. എങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ഡിബേറ്റ് ഇറാൻ്റെ ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലും ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡിലും മൊസാദ് ഏജൻറ്റുമാരുണ്ട് എന്നുള്ളതാണ്. കാരണം ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് ആ കെട്ടിടത്തിന് സുരക്ഷാ ചുമതല കൊടുത്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇത്രയും വാല്യുവബിൾ ആയിട്ടുള്ളൊരു ഗസ്റ്റിനെ താമസിക്കുന്ന സ്ഥലത്ത് 2 മാസം മുമ്പേ അവർ ബോംബ് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറാൻ്റെ അകത്തുള്ള അപ്പാരറ്റസ് അറിയാതെ നടക്കില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ആകെ നാണക്കേടായി നിൽക്കുകയാണ്. ഒന്ന് അവരുടെ ഇൻസൈഡ് പ്രശ്നങ്ങൾ, മൊസാദ് ഏജൻറ്റുമാർ അവരുടെ അകത്തുനിന്നുള്ള പ്രശ്നം, അതുപോലെ അവരുടെ ഒരു വിശിഷ്ടാതിഥി അതിനകത്ത് കൊന്നു എന്നുള്ള പ്രശ്നം. നിരന്തരം അവരുടെ ടെറിട്ടറിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ പ്രസിഡന്റ് മരിച്ചത് തന്നെ മൊസാദ് പ്ലോട്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇറാൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നാണം കെട്ട് നിൽക്കുകയാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ പ്രതികാരദാഹിയായിട്ട് നിൽക്കുകയാണ്. യമനിൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഹൂത്തികൾ നിൽക്കുകയാണ്. ഇതൊരു ആ റീജിയനിൽ കൂടുതൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. നമ്മൾ ഇതുവരെ സംസാരിച്ചതുപോലെയല്ല, അത് അങ്ങനെ തന്നെ നീങ്ങാൻ പോവാണ്. അപ്പോൾ ഈ 300 ദിവസം എന്നുള്ളത് ഒരു ലാൻഡ്മാർക്കേ അല്ല. 300 ദിവസം എന്നുള്ള ലാൻഡ്മാർക്ക് ആകാൻ പോകുന്നില്ല. ഇത് കുറേ കൂടി വ്യാപിക്കുന്ന യുദ്ധമായി മാറാൻ തന്നെയാണ് പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ 2024 തീരും എന്ന് വിചാരിക്കുന്നില്ല. ഇവിടെയാണ് ദാവൂദ് പറഞ്ഞ UN എന്താണെന്നുള്ള ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ട സമയമാണിത്. കാരണം ഈ ഒക്ടോബർ 7 ശേഷം യുദ്ധം തുടങ്ങുന്ന സമയത്ത് ആൻ്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള UN എത്രമാത്രം ബഹളം വെച്ചിരുന്നു, പ്രമേയങ്ങൾ വരുന്നു. ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഡീലുണ്ടാക്കാൻ പോലും അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയുന്നില്ല. UN എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളുടെ തൊട്ട് മുമ്പിൽ UN എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റായി മാറുമല്ലോ. അതുപോലൊരു അവസ്ഥയിലേക്ക് UN മാറുകയാണ്. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ മുമ്പിലൊക്കെ UN എന്നിട്ടാൽ മതി. UN എന്നിട്ട് കഴിഞ്ഞാൽ അതല്ലാത്ത ഒന്നായി മാറി UN മാറിക്കഴിഞ്ഞിരിക്കുന്നു, അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ലോകസമൂഹം ഇങ്ങനെ നോക്കി നിൽക്കുന്നു പറഞ്ഞാൽ ഇത് എല്ലാ കാലഘട്ടത്തിലും ലോകസമൂഹം ഇങ്ങനെ തന്നെ നോക്കി നിന്നിട്ടുള്ളത്. ഇപ്പോൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറിൻ്റെ കാലത്തും ലോകം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അത് ഇതിൽ കൂടുതൽ സമയം എടുത്തിട്ടാണല്ലോ അത്രയും ജൂതന്മാരെ കൊന്നൊടുക്കിയത്. അന്ന് അവർ നോക്കിക്കായിരുന്നു, ഇന്നും നോക്കിക്കാണ്. അപ്പോൾ ഓരോ നൂറ്റാണ്ടിൽ ഇത്തരം സംഭവങ്ങൾ, ജനസൈഡ്, ലോകക്രമത്തെ മാറ്റിമറിക്കുന്ന ജനസൈഡുകൾ ഉണ്ടാവുന്നു. അന്നത്തെ കൂട്ടക്കൊലയുടെ മറ്റൊരു പതിപ്പ് ഇപ്പോൾ നടക്കുന്നു നമ്മൾ വിചാരിക്കുക. ഇത് തീർച്ചയായിട്ടും ഇത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമോ ഏതെങ്കിലും രാജ്യം ഉണ്ടാവുന്നതോ ഏതെങ്കിലും രാജ്യം സ്വതന്ത്രമാവുന്നോ എന്നതിനപ്പുറം ഈ UN എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഒരുപക്ഷെ മാറിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മാറാനുള്ള സമയമായി, അതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നില്ല. അപ്പോൾ ദുരന്ത രംഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുക, പട്ടിണിയുള്ള രാജ്യങ്ങളിൽ ഫുഡ് എത്തിക്കുക, സമ്പന്ന രാജ്യങ്ങൾ നൽകുന്ന പിച്ചക്കാശ് സൗജന്യ രാജ്യങ്ങളിൽ കൊണ്ട് വിതരണം ചെയ്തല്ലല്ലോ അവർ ചെയ്യേണ്ട പണി. അവരുടെ പ്രധാനപ്പെട്ട ടാസ്ക് അവർ ചെയ്യുന്നില്ല. അവരത് മറന്നുപോയെങ്കിൽ
ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ഈ ഫലസ്തീൻ, ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ഈ മധ്യപൗരസ്ത്യ ദേശത്തിൻ്റെ ഹൃദയം, ഈ ഹൃദയം ചരിത്രപരമായി തന്നെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഏരിയ ആരുടെ കൈവശമാണോ അവരാണ് ലോകം ഭരിച്ചിട്ടുള്ളത്. അത് കുറേ കാലം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അന്ന് റോമൻ സാമ്രാജ്യമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തി. പേർഷ്യക്കാരുടെ കീഴിലായിരുന്നു, പേർഷ്യയായിരുന്നു ഏറ്റവും വലിയ ശക്തി. ഈ ഇസ്ലാമിക് എന്താണ് പറയുക സാമ്രാജ്യം, ഇസ്ലാമിക സാമ്രാജ്യം എന്ന് പറയുന്ന ഖിലാഫത്തിൻ്റെ കീഴിലായിരുന്ന സമയത്ത് അവരായിരുന്നു ലോകത്തെ ശക്തി. ഇന്നത് അമേരിക്കയുടെ പ്രോക്സിയായ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അമേരിക്കയാണ് ലോകശക്തി. ഇനി അത് വേറെ ആരുടെ കൈവശമാണോ വരുന്നത് അവർ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. പുതിയ ലോകക്രമം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.